ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. നമ്മളിപ്പോൾ ബ്ലൂബെറി ഒക്കെ പറിച്ചിട്ട് വന്നു. അതിൻ്റെ വീഡിയോ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് ബ്ലൂബെറീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് ബ്ലൂബെറി മഫിൻസ് ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അതായത് ഇതിനൊരു കോംപ്ലിക്കേഷൻ ഒട്ടുമില്ല. കേക്കിൻ്റെ ബീറ്ററോ മിക്സറോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഒരു സ്പാച്ചുല മാത്രം മതി. അത് വെച്ച് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബ്ലൂബെറി മഫിൻ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ബ്ലൂബെറി മഫിൻ ഉണ്ടാക്കാൻ ഞാൻ അവിടെ ഒരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇത് ഒരു അരിപ്പ എടുക്കുക. ഇങ്ങനെ ഒരു അരിപ്പയോ റെഗുലർ അരിപ്പ എന്താണെന്ന് വെച്ചാൽ എടുക്കുക. അതിലേക്ക് ഞാനിവിടെ 1.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ അതെടുത്തു. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ഇടാം. നമ്മളെപ്പോഴും ബേക്ക് ചെയ്യുമ്പം കറക്റ്റ് അളവായിരിക്കണം എടുക്കുന്നത്. അപ്പം എന്ത് സാധനങ്ങളും നമ്മൾ നല്ലതായിട്ട് ലെവൽ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അങ്ങനെ അത് 2 ടീസ്പൂൺ. ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരുമിച്ച് മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്കൊരു 3/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് ആദ്യം ഇതിനെ നന്നായിട്ട് സിഫ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ സ്പൂൺ കൊണ്ട് വെറുതെ മിക്സ് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിൽ എന്തായാലും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതല്ലെങ്കിൽ അരിപ്പ ഉപയോഗിച്ചാൽ മതി. രണ്ടും ഇല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഇത് പൊടി മുഴുവൻ ഞാൻ മിക്സ് ചെയ്ത് അരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് നമുക്കിനി നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാം. അതായത് ഞാനിവിടെ ഒരു 1/3 കപ്പ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഓയിലെന്ന് പറയുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. അതിന് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ചൊയകളൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ. ഒരു മുട്ട, അത് നമുക്ക് ഇതിനെ രണ്ടിനെയും നന്നായി മിക്സ് ചെയ്യാം. ഒരു വിസ്ക് ഉണ്ടെങ്കിൽ നന്നായിട്ട് അത് മിക്സ് ആവും. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പാല്, 1 ടീസ്പൂൺ വെനില എസൻസ് ഇട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മിക്സ്ചറിനെ നമുക്ക് നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. ഇതിന് ഈ ഒരു റെസിപ്പിക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നന്നായി യോജിച്ചു. ഇതിന് ശേഷം നമുക്കിതിലേക്ക് ഞാനിവിടെ 1 കപ്പ് ബ്ലൂബെറിയാണ് ഉപയോഗിക്കുന്നത്. ഈ ബ്ലൂബെറി നമ്മൾ പറിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വാങ്ങിക്കഴിഞ്ഞാലോ നേരത്തെ കഴുകി വയ്ക്കാൻ പാടില്ല. നമ്മളത് ഉപയോഗിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ മാത്രമേ കഴുകാൻ പാടുള്ളൂ. കാരണം കഴുകി നമ്മൾ എത്ര വെള്ളം കളഞ്ഞാലും അതിലുള്ള വെള്ളം അതിലേക്ക് അബ്സോർബായി പോകും. അപ്പോൾ പിന്നെ പെട്ടെന്ന് ചീഞ്ഞു പോകാനും അതിൻ്റെ ടേസ്റ്റ് പോകാനും ഒക്കെ ഉള്ള സാധ്യതയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യരുത്. ഞാൻ ഒരു മഫിൻ ട്രേ എടുത്തിട്ട് വരാം. ഞാനൊരു മഫിൻ ട്രേയിൽ ഞാനിങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ലൈൻ ചെയ്തു. ഇനി നമുക്കൊരു സ്പൂൺ എടുത്തിട്ടോ അല്ലെങ്കിൽ ഐസ്ക്രീം സ്കൂപ്പർ എടുത്തിട്ടോ, ഒരു ഐസ്ക്രീം സ്കൂപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അളവ് അറിയാൻ പറ്റും. ഞാനതാണ് എടുക്കാറ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സ്കൂപ്പ് എടുത്ത് അതിൻ്റെ ഏകദേശം 3/4 ഫില്ല് ചെയ്താൽ മതി. പിന്നെ ഇത് പൊങ്ങി വരും.
അങ്ങനെ കറക്റ്റ് 10 മഫിനാണ്. അതിനുള്ള ഒരു അളവിലാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. അങ്ങനെ 10 ഇത് 2 ബാക്കിയുണ്ട്. അപ്പോൾ അത് നമുക്ക് ബേക്ക് ചെയ്യണതിൻ്റെ മുന്നേ ഒരു കാര്യം ചെയ്യണം. അതായത് ഇതിൽ ചൂട് എംറ്റി ആയ കാരണം ചൂട് കൂടിയിട്ട് ഇവിടത്തിൻ്റെ ചുറ്റുമുള്ളതിനൊക്കെ എഫക്റ്റ് ആവും. അപ്പം നമുക്കിതിൽ ഒരു പകുതി വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഇതൊരു ടിപ്പാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ട്രേസ് ഇങ്ങനെ എംറ്റി ഉണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് പിക്ക് ചെയ്താൽ മതി. നമുക്കത് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര ഇങ്ങനെ വിതറാം. സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങുന്നതിൽ കണ്ടിട്ടില്ലേ, മുകളിൽ കുറച്ച് പഞ്ചസാരയൊക്കെ അതിട്ട് കഴിയുമ്പോഴാണ് അതിലിങ്ങനെ ഒരു ക്രാക്സ് ഒക്കെ വന്ന് പഞ്ചസാരയൊക്കെ അതിലേക്ക് ഇറങ്ങി പോവുക. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ചെയ്താൽ മതി. ഒരു സ്റ്റോർ ബോട്ട് ലുക്കിന് വേണ്ടിയിട്ടാണ്. 400 ഡിഗ്രി അവനിൽ, ഫാരനൈറ്റ്സ് അവനിൽ വയ്ക്കാം. നമുക്കൊരു 15 തൊട്ട് 20 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ മഫിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ കുത്തി നോക്കുമ്പോൾ, ഒരു ടൂത്ത് പിക്ക് മറ്റോ വെച്ച് കുത്തി നോക്കുമ്പോൾ ഇത് ക്ലീനായിട്ട് വരണം. അതാണ് അതിൻ്റെ കണക്ക്. ഇനി നമുക്കിതിനെ ഒരു വയർ റാക്കിലേക്ക് മാറ്റാം. നമ്മൾ അതിൽ വെള്ളം വെച്ച കാരണമാണ് ഇത് നല്ല ഈവണായിട്ടിപ്പം ബേക്കായി കിട്ടിയത്. ഇങ്ങനൊരു വയർ റാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ ഇത് പെട്ടെന്ന് തണിയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം അതില്ല എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. എല്ലാവരും ബ്ലൂബെറി മഫിൻ ട്രൈ ചെയ്ത് നോക്കൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടമാവും. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.